അപ്പോൾ എന്തായാലും ഫുട്ബോളിലെ ലെജൻഡായിട്ടുള്ള വിജയൻ വളരെ പോപ്പുലർ ആവാനായിട്ട് ഒരു ഡോക്യുമെന്ററി സഹായിച്ചിട്ടുണ്ട് ശരിക്കും അല്ലേ? ഞാൻ പറഞ്ഞു സാറേ, കാലോഹിരൻ എന്നുണ്ട് പേര്. ഡോക്യുമെന്ററി ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാലോഹിരൻ, ബംഗാളിൽ കാലോഹിരൻ എന്ന് വിളിക്കുന്നത് അതിങ്ങനെ കറുത്തമാൻ. അതെ അതെ. ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം കാലോഹരിൻ എന്ന ഡോക്യുമെന്ററി ചെയ്ത ശ്രീ ചെറിയാൻ ജോസഫ്. തൃശ്ശൂർ തന്നെയാണല്ലേ? അതെ, തൃശ്ശൂർ തന്നെയാണ്. അതെ അതെ. കാലോഹരിൻ അല്ലേ? എനിക്കാണ് കൽക്കട്ടയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനൊരു പേരുണ്ടെന്ന് ചെറിയാനാണ് എനിക്കത് മനസ്സിലാക്കി തന്നത്, കാലോഹിരൻ എന്ന് പറഞ്ഞിട്ട്. കൽക്കട്ടയിൽ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ വിജയനൊക്കെ പന്ത് തൊട്ടാൽ സ്റ്റേഡിയം ഇങ്ങനെ ഇളകാണ്. അപ്പോഴാണ് ഈ പേര് കാലോഹരി എന്നുള്ള പേര് അവിടെ അവർ വിളിക്കുന്നത് കേട്ടത്. ഒരുപക്ഷെ കേരളത്തിൽ കിട്ടാത്ത അത്രയുള്ളൊരു അംഗീകാരം നല്ലൊരു ഭയങ്കര ഒരു ചേരിയ പോയി നമ്മള് അപ്പൊ അവിടുന്ന് ഇങ്ങനെ വിജയൻ കയറി വരുന്നതായിട്ടുള്ളൊരു ഇത് നമ്മൾ എടുത്തിരുന്നു. അതിനകത്ത് ഇതൊക്കെ പാട്ടിന്റെ പശ്ചാത്തലത്തിലാണ്. അവന് ചന്ദ്രശേഖരന്റെ പാട്ടും രാഘവ മാഷ്ട മ്യൂസിക്കുമാണ്. രാഘവ മാഷ്ട ഡോക്യുമെന്ററി 4 പാട്ടുകൾ രാഘവ മാഷ്ടാണ് ചെയ്തിട്ടുള്ളത്. രാഘവ മാഷ്ടന് പഴയ കാൾടെക്സിന്റെ കളിക്കാരനൊക്കെ. അതെ 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 കേട്ടിട്ടുണ്ട്. അതിന് നാഷണൽ അവാർഡൊക്കെ കിട്ടിയില്ലേ? ജോൺ അബ്രഹാം അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് എന്തായാലും ആ ഡോക്യുമെന്ററിയുടെ കുറച്ച് പോർഷൻസ് കൂടെ കാണാം നമുക്ക്. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഇതാ ഇന്ത്യയുടെ ഫുട്ബോൾ ജീനിയസ്. ഫുട്ബോൾ ഗൈഡുകളിൽ കാണാത്ത ഒരു ജീനിയസിന് മാത്രം സ്വന്തമായി കാണാവുന്ന ഫുട്ബോൾ ശൈലി. അതാണ് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ വിജയനെ വ്യത്യസ്തനാക്കുന്നത്. തങ്ങളുടെ വ്യാകരണ നിയമങ്ങൾക്കും ഉയരെ നിൽക്കുന്ന ഈ ഫുട്ബോളറെ പറ്റി വിസ്മയത്തോടെയാണ് ഫുട്ബോൾ പണ്ഡിറ്റുകൾ എപ്പോഴും പറയുക. ഈ ഡോക്യുമെന്ററി ഒരുപാട് സ്ഥലത്ത് കാണിച്ചു കേരളത്തിൽ. എനിക്കൊന്ന് തിയേറ്ററിൽ സാധാരണ സിനിമ കാണിക്കുന്ന പേരില്ലേ കാണിച്ചു, രാഗത്തിലും അല്ലേ മലപ്പുറത്തൊക്കെ കാണിച്ചിട്ടുണ്ട്. 7 ദിവസം രാത്രി 7 ദിവസം കളിച്ചു. ടിക്കറ്റ് വെച്ച് കളിച്ചു. ആണോ? അത് വലിയൊരു സംഭവമല്ലേ? കളിക്കാൻ മുമ്പ് അവര് പറയും ചേട്ടാ അങ്ങനെ സിനിമ കണ്ടിട്ടുണ്ട്, ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ട്, കാലോഹിരൻ. പിന്നെ ഗാലറിന്ന് കംപ്ലീറ്റ് കാലോഹിരൻ എന്നുള്ള വിളിയായി സൗൻസ് കളിക്കാൻ പോകുമ്പോൾ. ഈ പടത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ശാന്തത്തിനേക്കാൾ മുന്നേ അഭിനയിച്ചാണ്. അതെ അതെ അതെ. അപ്പൊ ആദ്യം അഭിനയിച്ചത് ഡോക്യുമെന്ററി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അല്ലെ വിജയനെ കുറിച്ചാണ്, ഫുട്ബോളറെ കുറിച്ച് ഒരു സിനിമ. ഒരു ഫുട്ബോളറെ കുറിച്ച് അങ്ങനെ ഒരു ഫുട്ബോളിന്റെ ഇതുകള് ക്ലിപ്പിംഗ്സ് ഒക്കെ അന്ന് തന്നെ വളരെ കുറവാണ്. അതെ അതെ അതെ. പിന്നെ 35 എത്രത്തോളം നമുക്കൊരു കളി മുഴുവൻ പകർത്താനും പറ്റില്ല. അതെ അതെ. അച്ഛനമ്മയ്ക്കായിട്ട് ഭയങ്കര എന്നെക്കാളും മുന്നേ പരിചയമുള്ള, വിജയനേക്കാൾ പരിചയം വിജയന്റെ അമ്മയാണ്, അച്ഛമ്മേച്ചയാണ് ഏറ്റവും പരിചയമുള്ള ഒരാൾ. ആ കോളനിനെ തന്നെ ഒന്ന് നവീകരിക്കുന്ന രീതിയിലും ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലും വിജയന് റോളുണ്ട്. വിജയൻ ശരിക്കും ആരെങ്കിലും ഇപ്പൊ കണ്ട് അനുകരിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവര് സ്വാധീനിച്ചിട്ടുണ്ടോ വിജയനെ? ഇല്ല, എനിക്ക് ഇഷ്ടമുള്ളൊരു പ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറഡോണാണ്. കാരണം മറഡോണ്ട നമ്മളൊക്കെ ഒരു ലൈവൊക്കെ കാണുന്നത് മറഡോണ്ട കളിയാണ്. പിന്നെ പെലേനെ ഇഷ്ടമില്ലാത്ത ഒരാളല്ല, കിങ് ആണ്. പക്ഷെ നമ്മള് ലൈവ് കളി കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ ജനറേഷൻ മാറി. ഇന്ത്യയിൽ ഇങ്ങനെ ജനിച്ചുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം എവിടം വരെ എത്തി എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിന് മേലെ എത്തേണ്ട ആളായിരുന്നു. കാരണം ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ യൂറോപ്പിലൊക്കെ ജനിച്ചിരുന്നെങ്കിൽ പെലയൊന്നും വെളുത്തിട്ടല്ലോ. അപ്പൊ അതൊന്നും കാര്യമില്ല. ഒരു അവിടെ ജനിച്ചോണ്ട് കളിക്കാരനാവണമെന്നില്ലല്ലോ സാറേ. ഭാഗ്യം എന്താ പറയുക, നിമിത്താണത്. അത് ഞങ്ങൾ കൽക്കട്ടയിലുള്ള ഇപ്പോൾ ഫസ്റ്റ് ഇയർ പോകുമ്പോൾ മൈതാൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ, അവിടെ ചെളിയിൽ ഫുട്ബോൾ മാത്രമേ ഉള്ളൂ. ഒറ്റ ആളിനെ കാണില്ല ക്രിക്കറ്റ് കളിയാൻ. ഇപ്പോൾ കൽക്കട്ടയിൽ ഫുട്ബോൾ കാണണമെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. അവിടെ ഇങ്ങനെ ആയ സ്ഥിതിക്ക് പിന്നെ കേരളത്തിന്റെ കാര്യം പറയാനുണ്ടോ. ആദ്യമൊക്കെ നാഗിച്ചൊക്കെ കളിക്കാന്ന് പറഞ്ഞാൽ സാറേ, ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് 2:30 3 മണിക്കൊക്കെയാണ് കോഴിക്കോട് ഈ ഫെഡലൈറ്റിൽ കളിക്ക് ആൾക്കാർ വന്ന് നിൽക്കുക. ഇപ്പൊ നാഷണൽ ലീഗ് വെച്ചിട്ട് 50 പേര് തയ്ച്ചു വരുന്നില്ല കളിയാണ്. സ്റ്റാൻഡേർഡ് അത്ര കുറഞ്ഞു അതിന്റെ അർത്ഥം. ഈ കണക്കിനാണെങ്കിൽ ഇനി ഒരു പുതിയ ജനറേഷനിൽ ഒരു IM വിജയനൊന്നും ഉണ്ടാകാൻ പോണില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ പ്രോത്സാഹനം ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ സ്വാഭാവികം. തീർച്ചയായിട്ടും.